ആർഡിനോ ഉപയോഗിച്ചിട്ട് LED ഓൺ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇതേ ആർഡിനോ ഉപയോഗിച്ചിട്ട് നമുക്ക് LED ഡാൻസിങ് ലൈറ്റ് ഉണ്ടാക്കാനാണ്. അപ്പം നമ്മളതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോവാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ആദ്യം വേണ്ടത് 2 LED വേണം. പഴയതുപോലെ നമുക്കൊരു റെസിസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കണക്റ്റിംഗ് ജമ്പർ വയർസ് വേണം. നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് ബോർഡിലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഡിനോ ബോർഡ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് LED ഡാൻസിങ് ലൈറ്റ് സർക്യൂട്ട് പ്രോഗ്രാം ചെയ്യാം. അപ്പം നമുക്കിനി അടുത്ത ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകാം. സർക്യൂട്ട് ഡയഗ്രാം പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്കറിയാം. നമ്മൾ ഏതൊക്കെ പിന്നീന്നാണ് കണക്ഷൻ എടുക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മതി. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 7ഉം 8ഉമാണ് കേട്ടോ. 7, 8 ഈ 2 പിൻസാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കണക്ഷൻസ് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ കണക്ഷൻ ചെയ്യാനുള്ള മെത്തേഡുകൾ അറിയാം. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം LED ഞാൻ കണക്ട് ചെയ്യാണ്. രണ്ട് LED കണക്ട് ചെയ്തു. റെസിസ്റ്റൻസ് നമ്മൾ ഗ്രൗണ്ട് പിന്ന് കണക്കാക്കിയിട്ടാണ്. ഓക്കെ, കണക്ഷൻസ് ഡൗട്ടുള്ളവർക്ക് കഴിഞ്ഞ വീഡിയോ നോക്കാം. കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓർഡിനോ ബോർഡിലേക്കാണല്ലേ കണക്ഷൻ വരുന്നത്. ബോർഡിൻ്റെ കണക്ഷൻ എടുക്കാം. ബോർഡിൻ്റെ കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ബോർഡിൽ ഏതൊക്കെയാണ് കണക്ഷൻ പിന്ന്? 7 and 8 അല്ലേ. 7 കണക്ഷൻ എടുത്തു. 7 കണക്ഷൻ ഞാൻ റെഡിലേക്ക് കണക്ട് ചെയ്തു. 8 കണക്ഷൻ എടുക്കുകയാണ്. 8 കണക്ഷൻ ഞാൻ കണക്ട് ചെയ്യുന്നത് ഗ്രീനിലേക്കാണ്. അപ്പം 7ഉം 8ഉം നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് പിന്നെ തന്നെ ഇവിടെ GND എന്ന് എഴുതിയൊരു പിന്നുണ്ടല്ലേ. നമുക്ക് ഈ ഗ്രൗണ്ട് പിന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഗ്രൗണ്ട് പിന്നും കണക്ട് ചെയ്തു. ഗ്രൗണ്ട് എവിടെ കൊടുക്കുക? നമ്മൾ റെസിസ്റ്ററിലല്ലേ. കാരണം 5 വോൾട്ട് ഒരുമിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്ററിൽ കണക്ട് ചെയ്തത്. സോ നമ്മുടെ കണക്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പ്രോഗ്രാമാണ് എഴുതേണ്ടത്. പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാം ഡയറക്റ്റ് എഴുതിയല്ലേ, LED ഓൺ ഓഫ് ചെയ്യാനുള്ള പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ അൽഗോരിതമാണ് ആദ്യം എഴുതേണ്ടത്. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്, നമുക്കതിൻ്റെ നമ്മളൊന്ന് പ്രാക്ടിക്കലി അല്ലെങ്കിൽ നമ്മളൊന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിക്ക് എഴുതിയാലോ. നമുക്ക് 2 പിന്നാണല്ലേ, 7ഉം 8ഉം. ആദ്യം 7 എന്ത് ചെയ്യണം? ഓൺ ആവണം. 7 എന്ന് പറയുന്ന LED ഓൺ ആവണം. അപ്പോൾ 8 എന്തായിരിക്കും? ഓഫായിരിക്കും അല്ലേ. 7 ഓണാണ്, ആ സമയത്ത് 8 ഓഫാണ്. ഒരു ഡിലേ ഉണ്ടല്ലേ, ഒരു ഡിലേ. അത് കഴിഞ്ഞിട്ട് എന്താവണം? 7 ഓഫാവണം. അപ്പോൾ 8 എന്താവണം? 8 ഓൺ ആവണം. 7 ഓണായപ്പോൾ 8 ഓഫായി. 7 ഓഫാകുമ്പം 8 ഓണായി. വീണ്ടും നമ്മളൊരു ഡിലേ കൊടുത്തു അല്ലേ. വീണ്ടും എന്ത് ചെയ്യണം? ഇപ്പോൾ 7 ഓഫല്ലേ, 8 ഓണാണ്. വീണ്ടും തിരിച്ച് 7 ഓണും 8 ഓഫും. അപ്പോൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം അല്ലേ. റിപ്പീറ്റ്. ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. ഈ സിമ്പിൾ സാധനം നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോഗ്രാമിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കൊരു അൽഗോരിതം മോഡലിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നിങ്ങൾ നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്ന രീതിക്ക് അതിൻ്റെ ശരിക്കുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സിലൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് എഴുതുന്നത്. അതിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു അൽഗോരിതം എഴുതുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എപ്പോഴും അതിൻ്റെ പിൻസ് എന്ത് ചെയ്യണം? കോൺഫിഗർ ചെയ്യണം. പിന്നെ കോൺഫിഗർ ചെയ്യണം അല്ലേ. പിന്നെന്ന് പറയുന്നത് ഇവിടെ 7ഉം 8ഉമാണ്. 7ഉം 8നെ നമ്മൾ എന്താക്കുക? ഔട്ട്പുട്ട് അല്ലേ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് 7 എന്ന് പറയുന്ന പിന്നിനെ എന്താക്കുക? ഓണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ എന്തായി? ഹൈ അല്ലേ, ഹൈ ആക്കുക. 7 ഹൈ ആയി കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ അസ്യൂമാണ് തുടക്കത്തിൽ 8 ഓഫാവണം എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കുക. 8നെ എന്ത് ചെയ്യുക? ഓഫാക്കുക. 8 ലോ. ഇപ്പോൾ 7 ഹൈയും 8 ലോയുമാണ് ആദ്യത്തെ കണ്ടീഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ഡിലേ കൊടുക്കുന്നു. ഡിലേ 500 മില്ലി സെക്കൻഡ്. നമുക്ക് 1 സെക്കൻഡ് വേണ്ട, പകുതി സെക്കൻഡ് മതി. 500 മില്ലി സെക്കൻഡ് നമ്മൾ ഡിലേ കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കുക. 7 എന്ത് ചെയ്യുക? ലോ ആക്കുക. 8 എന്ത് ചെയ്യുക? ഹൈ ആക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡിലേ 500 കൊടുക്കുക. പ്രോഗ്രാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ പ്രോസസ്സ്
റിപ്പീറ്റ്, നമ്മളതിനെ ലൂപ്പ് എന്ന് വിളിക്കും അല്ലേ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനെന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ കാര്യത്തിന് നമുക്ക് നമ്മുടെ ആർഡിനോ ഐഡിയക്കകത്തോട്ട് എഴുതിയാൽ മതി. കാര്യങ്ങളിപ്പോൾ കുറേ സിമ്പിളായി. കുറേ സിമ്പിളെന്ന് പറഞ്ഞാൽ കുറേ സിമ്പിളായി. നമുക്ക് നോക്കാം. ഇനി ആർഡിനോയുടെ ഐഡി എടുക്കുക. ഐഡി എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിലെന്താണ്, ആദ്യത്താണ് സെറ്റപ്പ് അല്ലേ, വോയിഡ് സെറ്റപ്പ്. ഇപ്പം സെറ്റപ്പിൽ നമ്മളെന്താ എഴുതേണ്ടത്, സെറ്റപ്പിൽ എഴുതേണ്ടത് നമ്മുടെ പിൻ മോഡ് അല്ലേ. പിൻ മോഡ് എത്രയാണ്, പിൻ മോഡിനകത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്, നമുക്ക് 7 അല്ലേ. 7 എന്താണ്, ഔട്ട്പുട്ടാണ്. 7 ഔട്ട്പുട്ടാണ്. ശരി, ഇനി നമുക്ക് 7 മാത്രമല്ലല്ലോ, ഒരു പിന്നും കൂടെ ഉണ്ടല്ലേ. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്താക്കുന്നു, 8. അങ്ങനെ നമ്മൾ സെറ്റപ്പ് കഴിഞ്ഞു. സെറ്റപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താണ് അല്ലേ, ലൂപ്പ് അല്ലേ. ലൂപ്പിൽ നമ്മൾ എന്തൊക്കെ എഴുതാൻ പോകുന്നത്, ലൂപ്പ് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൂപ്പിൽ നമ്മൾ എന്താ എഴുതാൻ പോകുന്നതെന്ന്. ആദ്യം ഇത് കഴിഞ്ഞു, സെറ്റപ്പ് കഴിഞ്ഞു, ലൂപ്പിലേക്ക് വരികയാണ്. അപ്പോൾ 7 ഹൈ ആക്കണം. 7 ഹൈ ആക്കുന്ന അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, ഡിജിറ്റൽ റൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 7 എന്താണ്, കോമ ഹൈ അല്ലേ, ഡിജിറ്റൽ റൈറ്റ് 7 ഹൈ. അടുത്ത എന്താണ്, നമുക്ക് 8നെ ലോ ആക്കണം അല്ലേ, ഡിജിറ്റൽ റൈറ്റ് 8 ലോ. ഓക്കെ, ഡിജിറ്റൽ റൈറ്റ് 7. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഡിലേ 500 ms ആണ് നമ്മുടെ ഡിലേ. ഓക്കെ, അതും കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ഈ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യണം അല്ലേ. ഈ ആക്ഷൻ അതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ എഴുതാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ തിരിക്കണം. ഇപ്പം 8 ലോയിൽ കിടക്കുകയാണ്. ലോയിൽ കിടക്കുന്ന 8നെ നമ്മൾ ഹൈ ആക്കുന്നു. ഹൈയിൽ കിടക്കുന്ന 7നെ നമ്മൾ ലോ ആക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എഴുതി. ആദ്യത്തെ 7 8 ആദ്യം ഹൈ ലോയും ആക്കി, രണ്ടാമത് തിരിച്ചു 8 ഹൈ ലോയും ആക്കി. വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ ചെയ്ത്. നമുക്കിനി ഇതിൻ്റെ കമ്പൈലിങ് നോക്കാം. നമ്മൾ ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാനായിട്ട് പോവാണ്. ഞാനത് കണക്ട് ചെയ്യാണ്. ആദ്യം ഞാൻ USB കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. കണ്ടോ, ഓർഡിനോ ഓണായി, ഓർഡിനോ ബോർഡ് ഓണായി. ഇനി എന്ത് ചെയ്യുക, പ്രോഗ്രാം വെരിഫൈ ചെയ്യണം അല്ലേ. വെരിഫൈ. ഓക്കെ, വെരിഫൈ കഴിഞ്ഞു അല്ലേ, കമ്പൈലിങ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ്. കണ്ടോ, അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും പ്രോഗ്രാം റണ്ണായി. LED, നമ്മുടെ ഡാൻസിങ് ലൈറ്റ് LED നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയും സിമ്പിളാണ് ഒരു പ്രോഗ്രാം എഴുതുക എന്ന് വെച്ചിട്ട്. അപ്പം ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇതൊക്കെ ഈസി അല്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ. നിങ്ങൾ എണ്ണം കൂട്ടണം കേട്ടോ. ഈ ഒരേ LED-യുടെ സെയിം പിന്നിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 LED കണക്ട് ചെയ്യാം. ഇവിടെ സെയിം പിന്നിൽ നിന്ന് ഇപ്പുറത്തെ 2 LED കണക്ട് ചെയ്യാം. അപ്പോൾ 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി മാറ്റി കത്തിക്കാം. ഇത് വെച്ചിട്ടുള്ള പലതരം പ്രൊജക്റ്റുകൾ സ്വന്തമായിട്ട് ചെയ്യുക. 2 LED മാറ്റി 3 LED വെച്ചുള്ള ചെയ്യുക, 4 LED വെച്ച് ചെയ്യുക, അങ്ങനെയുള്ള പ്രൊജക്ട്സ് ചെയ്യുക. അപ്പോൾ LED പലതരം ടൈപ്പിൽ സീരീസ് ആയിട്ടും ടൈപ്പിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തൊക്കെ പോകുന്നത് നമുക്ക് അടുത്ത വരുന്ന വീഡിയോസിൽ പഠിക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ലെസനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ എൻ്റെ ആൻസർ തരാം. ഈ കൂടുതൽ ഇത്തരം വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.